മൻസൂർ മണ്ണാർക്കാട് എന്നാണ്. ആ ആ ഇത് മഞ്ചേരിക്കാരനൊരു ഉസ്താദാണ്. ഉസ്താദ് പറയും. ഒരു മണിക്കൂർ മുമ്പുള്ള ഒരു ചർച്ച കെട്ടിയ സലാം പറയലുമായി ബന്ധപ്പെട്ട അതിന്റെ പോലെ വിഡിത്തരങ്ങളാണ് നിങ്ങൾ പറയുന്നത്. അത് ബോധ്യപ്പെടുത്താൻ വേണ്ടി വിളിക്കാം. പറഞ്ഞോളൂ. അതായത് സലാം പറയല് ഒരു പ്രാർത്ഥനയാണ്. ഓക്കെ, പ്രാർത്ഥനയാണ് എന്ന് പറഞ്ഞത് ശരിയാണ്. പക്ഷെ സലാം പറയുക എന്നത് സുന്നത്തും മടക്കൽ നിർബന്ധമാണ്. അത് ഹയാത്തുള്ള കാലത്തും മരണപ്പെട്ടവർക്കൊക്കെ പിന്നെ പ്രത്യേകിച്ച് റസൂലുള്ളാഹിക്ക് പ്രത്യേകിച്ചും അത് എന്താണ് സുന്നി അതായത് സുന്നത്യമായത്തിന്റെ ആശയപ്രകാരം, സുന്നി എന്ന് പറയില്ല, സുന്നത്യമായത് അതിന്റെ ആശയപ്രകാരം എനിക്ക് ശബ്ദത്തിന് ചെറിയ കംപ്ലൈന്റ് ഉണ്ടോ, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ കാറിന് വരും, പിന്നെ അസ്വസ്ഥത ഉണ്ടാവരുത്. എന്താ ജലദോഷം പിടിച്ചോ? അല്ലല്ല, എന്റെ ശബ്ദം കുറെ മുമ്പ് പറയുന്നത് 5-8 വർഷമായി. എന്താ ഉസ്താദിന്റെ പേര്? എന്റെ പേര് ഉസ്മാൻ. ഉസ്മാൻ ഉസ്താദ്. ഞാന് ഇതിന്റെ ഇടയ്ക്കും നിങ്ങളെ ഓരോ പിന്നെ വീഡിയോസുകൾ കാണലുണ്ട്, കേൾക്കാറുണ്ട്. അതിന് എന്നെ പിന്നെ തിരുത്താനെന്നല്ല ഓർമ്മപ്പെടുത്താനുള്ള പിന്നെ നിങ്ങൾക്ക് വിളിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ ഫോൺ എടുക്കില്ല. ഈ നമ്പർ പരിശോധിച്ചാൽ മതി. 350 അല്ലെങ്കിൽ 395 2 നമ്പറിലും അടിക്കലുണ്ട്. ഇതിന്റെ അടുത്ത് പിന്നെ അതുപോലെ വാട്സപ്പിലേക്ക് വോയിസ് അയച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോ സലാം പറയുക എന്നത് സുന്നത്താണ്, മടക്കൽ നിർബന്ധമാണ്. ഇവിടെ സഹയ്യത്തും സഹയ്യൂബി അസ്സലമിന് ആയിട്ടാണ്. ഉസ്താദ് പറയണത് ഇങ്ങനെ ഇടവിട്ട് കേൾക്കണം. ഈ ആയത്തിന്റെ അടിസ്ഥാനത്തില് പണ്ട് പിന്നെ ഇയാള് നമ്മളെ സക്കരിയ സ്വലാഹിയായിട്ട് പേരോട് ഉസ്താദിന് പിന്നെ വാദപ്രതിവാദം ഉണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. എവിടെ നടന്നതാ? എടമുട്ടത്തോഞ്ഞ് പിന്നെ ഹൊസങ്കടി അവിടെ എവിടെയാണ്. ആയിക്കോട്ടെ. വിഷയം എന്തായിരുന്നു? അത് പിന്നെ ഇഷ്ടിഹാസായിരുന്നു. അതില് വന്നൊരു ചോദ്യത്തിന് മറുപടി പറയാൻ. അപ്പൊ നിങ്ങൾ ഈ ചർച്ച ചെയ്ത വിഷയമായിരുന്നു അതില്. അതായത് സലാം പറഞ്ഞാല് റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞാലും മടക്കുവോ ഇല്ലേ? അതിന് മറുപടി പറഞ്ഞതാണ് ഉസ്താദ്. അപ്പോ ഉസ്താദ് പറഞ്ഞതല്ല, ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തില് മഹാനായ ഇമാം പിന്നെ ഇബ്നു കസീർ വ്യക്തമാക്കി പറഞ്ഞ ഒരു വിഷയമുണ്ട്. വൈദാഹുയ്യത്തും തഹിയ്യത്തിൻ എന്ന ആ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. അതായത് റസൂലുള്ളാഹിക്ക് നമ്മൾ സലാം പറയുന്നത് അത് തിരിച്ചിങ്ങോട്ട് കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ റസൂലുള്ളാഹിക്ക് നമ്മൾ ദ്വാരന്നിട്ടൊന്നും വേണ്ടല്ലോ. അതിന്റെ നമ്മൾ ദ്വാരന്നിട്ട് വേണ്ട റസൂലുള്ളാഹിക്ക് എന്തെങ്കിലും കിട്ടണമെങ്കിൽ. അപ്പൊ നമ്മള് സ്വലാത്ത് ചൊല്ലുന്നത് അത് നമ്മളെ ഗുണത്തിന് വേണ്ടിയിട്ട്. അതിന്റെ അർത്ഥം വരിക, അർത്ഥം ചിന്തിക്കണ്ട. അല്ല, അർത്ഥം ചിന്തിക്കാതിരിക്കുക എങ്ങനെ? നമുക്ക് എല്ലാ പദത്തിന്റെ അർത്ഥം നോക്കിയിട്ടാണെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യൂല. അങ്ങനെയല്ലേ? നമ്മളത് പഠിക്കുമ്പോ ആ സലാത്തിന്റെ അർത്ഥം എന്താന്ന് പഠിക്കുമല്ലോ. അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം വരിക? അള്ളാഹുവിന്റെ രക്ഷ, അള്ളാഹുവിന്റെ ഗുണം, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഗുണം റസൂലുള്ളാഹിയുടെ മേലുണ്ടാവട്ടെ. അതെ, അതൊരു ദുആഅല്ലേ, പ്രാർത്ഥനയല്ലേ? അതാണ് അശ്വരമിന്ന റുദ്ദൂഹ എന്ന് പറഞ്ഞത്. ആ റുദ്ദൂഹന്റെ വ്യാഖ്യാനത്തിലാണ് പറയണത്. എന്ത് ചെയ്യണം? നമ്മൾ സലാം പറഞ്ഞാൽ അതിനേക്കാളും പിന്നെ ഭംഗിയായിട്ട്, അതിനേക്കാളും കൂടുതലായിട്ട് നമ്മൾ മടക്കണം. ആ മടക്കണം എന്ന നിയമം അത് പിന്നെ വഫാത്തായി പോയ ആളുകൾക്കും അത് ബാധകമാണ്. നമ്മളിപ്പോ പള്ളിക്കാട്ടിലേക്ക് സലാം പറയുന്നുണ്ട്. ഇപ്പൊ അതിൽ ചർച്ച ചെയ്യുന്നുണ്ടത്. പള്ളിക്കാട്ടിലേക്ക് സലാം പറയുമ്പോഴും മറുപടി കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്.
അത് മറുപടി കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കേണ്ടതില്ല, അത് അവരെ ഉത്തരവാദിത്തമാണ്. ആയിക്കോട്ടെ, ഞാൻ ഉസ്താദിനോട് ചോദിക്കട്ടെ, ഒരു സംശയം ചോദിച്ചോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്ത് കാലത്ത് നമസ്കാരം ഫർളായതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ച നിസ്കാരത്തിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തഹിയാത്തില് അള്ളാഹുവിന്റെ ഹബീബിന് സലാം പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ റസൂലുള്ള സലാം പറഞ്ഞിട്ട് റസൂലുള്ള തന്നെ മടക്കിയിട്ടുണ്ടാവുമോ? അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങനെ പറഞ്ഞു പോകുമ്പോ ഈ അത്തഹിയാത്തില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്നുണ്ട് കോടാനുകോടി മനുഷ്യരൊക്കെ. ഇത് റസൂലുള്ളാഹിനോട് പറഞ്ഞിട്ടുണ്ട്. നമ്മള് നമ്മുടെ ഗുണത്തിന് വേണ്ടി ദ്വാരക്കൂല. നമ്മളെ ഗുണത്തിന് വേണ്ടി ദ്വാരക്കും. ഞങ്ങളിപ്പോ പിന്നെ പ്രാർത്ഥന അല്ല സ്വലാത്ത് ദുആണ് നിങ്ങൾ പറഞ്ഞു ചെയ്ത ആദ്യം. ഞാൻ സലാത്ത് ദുആ ആണെന്നാണ് പറഞ്ഞത്. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് റസൂലുള്ള പിന്നെ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറഞ്ഞാ റസൂലുള്ള കിട്ടൂലേ? അതല്ല, റസൂലുള്ള സലാം മടക്കലുണ്ടോ എന്നുള്ളതാണ്. അല്ല, റസൂലുള്ള നിസ്കാരത്തിൽ സലാം പറയണോ, അത് കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് റസൂലുള്ള സലാം മടക്കലുണ്ടോ? റസൂലിനോട് സലാം പറഞ്ഞു. അപ്പൊ അത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ? അത് മൻസൂർ സാഹിബ് നിങ്ങൾ മനസ്സിലാക്കിയോടത്തുള്ള പേശകാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ മനസ്സിലാക്കിയോടത്തല്ല. അത്തഹിയ്യാത്തിൽ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുന്നുണ്ട്. ഉണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹയാത്ത് കാലത്ത് അത്തഹിയ്യാത്ത് ചൊല്ലിയിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ സലാം പറഞ്ഞിരുന്നു. അതിനെ നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുക? നോക്കിയിട്ട് വ്യാഖ്യാനിച്ചു തരാം ഇൻഷാ അല്ലാഹ്. അപ്പൊ അതെന്താണ് എന്നുള്ളത് ഉസ്താദ് നോക്കിയിട്ട്. പിന്നെ ദുആ എന്ന അർത്ഥത്തിൽ നിങ്ങൾ പറയുമ്പോ സ്വന്തമായിട്ട് ദുആ ചെയ്യാം. ദുആ എന്ന് പറയുമ്പോ സ്വന്തമായിട്ട് ദ്വാരക്കാനാ. ദുആ എന്ന് പറയുമ്പോ സ്വന്തമായിട്ട് ദ്വാരക്കാം. സലാം പറയുകയാണ് അത് എന്നാ പറഞ്ഞത്. അത് സലാമാണ്. ഉസ്താദ്, ഇതൊക്കെ എന്താ സംഭവം എന്നറിയോ? ഉസ്താദെ അല്ല ഉസ്മാൻ ഉസ്താദെ ഞാന് ഇതിനൊക്കെ മുമ്പായിട്ട്, ഇതൊക്കെ നിസാര കാര്യങ്ങളാണ്, ഇത് എന്തിന് പ്രചരിപ്പിക്കപ്പെടുന്നു എന്നുള്ളത് ഉസ്താദിന്റെ ഈ വോയിസിൽ തന്നെ ഉണ്ട്. അതായത് ഇസ്തിഗാസ എന്ന് പറയുന്ന ഒരു സംഭവത്തിന് ഉപോത്ബലമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഇസ്തിഗാസ എന്ന് പറയുന്ന സാധനം സംബന്ധിച്ചാണ് എനിക്ക് രണ്ട് സംശയങ്ങളാണ് ഈ വിഷയത്തിൽ ഇപ്പൊ ഉസ്താദിനോട് ചോദിക്കാനുള്ളത്. ഒന്ന് നമ്മൾ ഇരു സമസ്തകളും സംസ്ഥാനയും ദക്ഷിണ കേരളയും മറ്റു വിഭാഗങ്ങളൊക്കെ മദ്രസകൾ നടത്തുന്നുണ്ട്. അതില് ദർസ് അവിടെ നിൽക്കട്ടെ, 10ാം ക്ലാസ് വരെയുള്ള, അല്ലെങ്കിൽ ഇപ്പൊ 11ഉം 12ഉം ഒക്കെ ചില മദ്രസകളിലുള്ളൂ, 10ാം ക്ലാസ് വരെ നമ്മൾ കൂട്ടുക. ഈ മദ്രസകളിൽ പഠിപ്പിക്കുന്ന ഏതെങ്കിലും പാഠപുസ്തകത്തിൽ ഇസ്തിഗാസ പഠിപ്പിക്കുന്നുണ്ടോ? ഇസ്തിഗാസ ഉണ്ടല്ലോ. ഇസ്തിഗാസ ഉണ്ടല്ലോ. ഉണ്ടോ? പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? പാഠപുസ്തകത്തിലുണ്ട്. ഏത് പാഠപുസ്തകത്തിലാ? ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഈ തർക്ക വിഷയമായിട്ടിരിക്കുന്നത്. ഇസ്തിഗാസ പഠിപ്പിക്കാത്ത പിന്നെ ഇസ്ലാമില്ല. ഇസ്തിഗാസ പഠിപ്പിക്കുന്നുണ്ട്, അത് ഫാത്തിഹയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, സൂറ ബഖറയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, അതൊന്നുമല്ല എന്റെ വിഷയം. ഈ പറയപ്പെടുന്ന ഈ തർക്ക വിഷയമായിരിക്കുന്ന അല്ലാത്തവരെ വിളിച്ചു തേടുന്ന എന്നുള്ളത് ഇസ്തിഗാസയുടെ പരിധിയിലല്ലേ വരുന്നത്? അതുപോട്ടെ, ഈ തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ അത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നുണ്ടോ? തർക്കത്തിലിരിക്കുന്ന ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കണേ മമ്പർത്ത തങ്ങളെ കാക്കണേ എന്നുള്ള ഇസ്തിഗാസ. മമ്പർത്ത തങ്ങളെ കാക്കണേ എന്നില്ല ഉണ്ടായിക്കൊള്ളുന്നില്ല. പക്ഷേ മഹാന്മാരെ മരണപ്പെട്ടു പോയ മഹാന്മാരോട് സഹായം തേടുന്നില്ല. അതുപോലെ അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട സഹായം ചോദിക്കുന്ന ഇസ്തിഗാസ ഉണ്ടല്ലോ, അത് പാഠപുസ്തകത്തിൽ പഠിപ്പിക്കുന്നതായിട്ട് ഉസ്താദിന് അറിയോ? ഞാൻ ഞാൻ മദ്രസയിൽ പഠിപ്പിക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. നിങ്ങൾ പഠിപ്പിക്കുന്ന കാലഘട്ടത്തിലുണ്ടോന്നറിയില്ല, ഞാൻ പഠിച്ച കാലഘട്ടത്തിൽ അതില്ല. ഞാൻ പഠിച്ച കാലഘട്ടം 86 മുതലേ മദ്രസ പഠനം നടത്തുന്നുണ്ട്. 1986 മുതലേ. ഞാൻ 81 ജനിച്ചതാ.
മദ്രസയിൽ ചേർത്തിട്ടുണ്ട്. അന്ന് ഞാൻ 73 ജനിച്ച ആളാണ്. 73 ജനിച്ച് ഞാന് 83, 88, 89 മുതൽ ഞാന് പിന്നെ മദ്രസ പഠനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ. ആ സമയത്തൊക്കെ അത് പഠിപ്പിക്കുന്നുണ്ട്. ഏത് പുസ്തകത്തിലായിരുന്നു ഉസ്താദിന് ഓർമ്മ ഉണ്ടോ? ഞാൻ അന്നേ ഒരു ഉസ്താദിനോട് ചോദിച്ചിട്ടും അതിന് മദ്രസ പാഠപുസ്തകത്തിൽ അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള തെളിവായിട്ട് ഒരു കാര്യവും പറഞ്ഞു തന്നിട്ടില്ല. അല്ല, ഈ വഹാബികളുടെ ആശയമായ പിന്നെ അള്ളാഹുവിനെ പിന്നെ അടിമക്ക് അന്ന് മാത്രം പോലെ എന്നുള്ള ആ ഒരു ആശയം അത് പിന്നെ അങ്ങനെ തന്നെ രീതിയിൽ പഠിപ്പിക്കണില്ല. സഹായങ്ങളൊക്കെ വഹാബി ആശയമാണെന്നാണോ ഉസ്താദ് പറയുന്നത്? അല്ല, വഹാബി ആശയമാണെന്നല്ല, അത് നിങ്ങളുടെ പിന്നെ ആശയം അല്ല. മറ്റേ സംശയം എനിക്ക് ഭയങ്കര സംശയമായി പോയി. അള്ളാഹു അടിമക്ക് ഉടമയായ അള്ളാഹു പോരെ എന്നുള്ളത് വഹാബികളുടെ ആശയമാണോ, അല്ലെങ്കിൽ അത് സുന്നികളുടെ ആശയമാണ്? അത് പരിശുദ്ധ ഖുർആന്റെ ആശയം തന്നെയല്ലേ? അതെ, അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയം, ഖുർആൻ തന്നെയാണ്. അപ്പൊ ഈ ആശയം ഇപ്പൊ ഉസ്താദ് പറഞ്ഞു വന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഉസ്താദിന്റെ ആശയത്തിൽ ജീവിക്കുന്ന ഒരാളാണ്. ഉസ്താദ് സൈന്ദൻകുട്ടി ഉസ്താദ്, അദ്ദേഹത്തിന്റെ ഇസ്തിഗാസയുടെ നിലപാട് എന്തായിരുന്നു ഉസ്താദിന് അറിയോ? ആ ഉസ്താദൊക്കെ പഠിപ്പിച്ച ആശയത്തിൽ തന്നെയാണ് ഇപ്പൊ സുന്നികളായ കേരളത്തിലുള്ള സുന്നികളുണ്ടാവും. ഏത് സുന്നികള്? കേരളത്തിലുള്ള സുന്നികൾ. അത് ഏത് സുന്നിയാട്ടെ എനിക്ക് മനസ്സിലായില്ല. ഉസ്താദ് പഠിപ്പിച്ച അതേ ആശയം. ഉസ്താദിന്റെ നേരെ ശിഷ്യനാണ് പിന്നെ ഈ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ. അതെ, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദിന്റെ ശിഷ്യനാണ്. അതേപോലെ തന്നെ ശിഷ്യനാണ് മറ്റേ ശംസുൽ ഉലമ ഓതിയിട്ടുണ്ട്. ഉണ്ട്. കണ്ണീർ ഉസ്താദ് ഓതിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ജുർഷേർ ഉസ്താദ് ഓതിയിട്ടുണ്ട്. ഉബരത്ത്. അവരൊക്കെ പഠിപ്പിച്ച ആശയം, ആ ഉസ്താദ് പഠിപ്പിച്ച ആശയം തന്നെയാണ് ഇപ്പോഴുള്ള കേരളത്തിലുള്ള. ഇപ്പോ പിന്നെ സംസ്ഥാന കേരള പിന്നെ ജമിയത്തുലമയിലുണ്ടാവും നൗപരീക്ഷന്മാര്. ഉസ്താദാണ്. എന്റെ അറിവിൽ അദ്ദേഹത്തിന്റെ പേരില്ലാത്ത സനത് ഇവർക്കാർക്കും ഉണ്ടാവില്ല എന്നുള്ളൊരു അറിവാണ് എനിക്കുള്ളത്. അത് ധാരണയാണ്. ഉസ്താദ് ഇവിടെ പഠിപ്പിച്ചത് തന്നെയാണ് ഇവിടെ കേരളത്തിലുള്ള സുന്നികള്. അപ്പൊ ഉസ്താദ് ഇസ്തിഗാസനെ എതിർത്തിരുന്നില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? എതിർത്തിട്ടില്ല. ഞാന് AP വിഭാഗത്തിൽ പഠിച്ച പിന്നെ സനതൊക്കെ എടുത്ത ഒരു മുസ്ലിയാരിന്റെ അടുത്ത് വ്യക്തമായിട്ട് ആ വിഷയം പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നതോടെ നിൽക്കട്ടെ. ഇനി എന്റെ ഒരു സംശയം, അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ടോ മുസ്ലിയാരെ എന്ന് ചോദിച്ചപ്പോ ഉണ്ട് മൗലവി എന്ന് പറഞ്ഞിട്ട് കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് അദ്ദേഹം ഓതിയ ആ ആയത്ത് അത് മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു തേടാനുള്ള ആയത്താണെന്ന് ഉസ്താദ് പഠിച്ചിട്ടുണ്ടോ? കൊട്ടപ്പുറം സംവാദത്തില് അല്ലാത്തവരെ വിളിച്ചു തേടാൻ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തുണ്ടോ മുസ്ലിയാരെ എന്ന് ചോദിച്ചപ്പോ നിങ്ങൾ പറയുന്നത് ഇപ്പോ വിളിച്ചു തേടുക, പിന്നെ അതുപോലെ പിന്നെ ഇസ്തിഗാസ ചെയ്യുക, ഇതിപ്പോ നിങ്ങൾ ഏത് അർത്ഥത്തിലാണ് ഇപ്പൊ പറയുന്നത് മനസ്സിലായില്ല. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് തേടുന്ന സമയത്തുള്ള അതേ വിശ്വാസത്തോടെ അതേ പിന്നെ രൂപത്തില് പിന്നെ മഹാന്മാരെ വിളിക്കുക എന്നുള്ള അർത്ഥത്തിലാണോ? അപ്പോ ഈ അല്ലല്ലാന്ന് നമ്മള് മനസ്സിൽ കരുതി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നോ? അല്ല എന്ന വിശ്വാസത്തിൽ അള്ളാഹു അല്ല എന്ന വിശ്വാസത്തിൽ ഏതൊരാളോടും സഹായം തേടുന്നതിനോട് കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഗുരുവായൂരപ്പ എനിക്ക് കുട്ടിനെ കൊണ്ടാന്ന് പറഞ്ഞത് ശിർക്കാവൂല. അപ്പൊ നിങ്ങളെ കണക്കില് ഗുരുവായൂരപ്പ കുട്ടിനെ തരാന്ന് പറഞ്ഞാൽ അത് പിന്നെ അത് മറ്റൊരു മതത്തിന്റെ ആശയമാണ്. അപ്പൊ മറ്റൊരു മതത്തിലുള്ള ആളോട് ഇസ്തിഗാസ ചെയ്താൽ മാത്രമേ ശിർക്കാവുള്ളൂ? മറ്റൊരു മതത്തിലുള്ള ആളോട് പിന്നെ ഇസ്തിഗാസ തേടിയാൽ മാത്രമാണോ ശിർക്കാവുക? അല്ല.
ഇപ്പൊ മൊഹീദ്ദീൻ ഷെയ്ഖ്, അപ്പൊ ഷിർക്ക് എന്ന് പറഞ്ഞാല് വിഗ്രഹം വെച്ച് പൂജിക്കല് മാത്രമേ ഉള്ളൂ ഷിർക്ക്? മൊഹീദ്ദീൻ ഷെയ്ഖിന് അള്ളാഹുവിന്റെ വസ്തുക്കളുണ്ട്, അള്ളാഹുവിന്റെ സിഫാത്തുകളുണ്ട്, അള്ളാഹുവിന്റെ അതേ കഴിവ്, പിന്നെ സ്വയം പര്യാപ്തമായ കഴിവ് മൊഹീദ്ദീൻ ഷെയ്ഖിനുണ്ട് എന്ന് പറഞ്ഞ് ഒരാള് മൊഹീദ്ദീൻ ഷെയ്ഖിനെ വിളിച്ചാൽ ഓൻ കാഫിറാണ്. ശരി, എന്നാ ഉസ്താദ് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും ഒരു യുദ്ധത്തിന് പോകുന്ന അവസരത്തിൽ ശത്രുക്കൾക്ക് വാള് തൂക്കിയിടുവാൻ ഒരു ദാത്ത് അംവാത്തുണ്ട്, ഞങ്ങൾക്കും വേണം അതുപോലെ ഒരു വൃക്ഷം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള അവിടെ പറഞ്ഞത് എന്താ? നിങ്ങൾ പറയും. നിങ്ങൾ പറഞ്ഞു ദൈവമാണ് എന്ന്, അല്ലെങ്കിൽ റബ്ബാണ് എന്നോ ഖാലിഖാണ് എന്നോ മാലിക്കാണ് എന്നോ മുദബ്ബിറാണ് എന്നോ ഉള്ള ആ ഒരു ലെവലില് നിങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടം വന്നിട്ടില്ലേ? കാരണം നിങ്ങൾ എന്നെ കളിയാക്കാനല്ല വിളിച്ചത്. എനിക്ക് അല്ല, നിങ്ങൾ എന്നെ കളിയാക്കാൻ, സാധാരണ ഇങ്ങനത്തെ ആളുകൾ വിളിക്കുക കളിയാക്കാനാണ്. അല്ല, ഞാൻ കളിയാക്കാൻ വിളിച്ചല്ല, ഞാൻ നിങ്ങളൊന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി വിളിച്ചത്. ആയിക്കോട്ടെ, ഞങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ഇൻഷാ അല്ലാഹ്. ഓക്കെ. അപ്പൊ ഉസ്താദ്, ഈ ദാത്ത് അംവാത്ത് എന്നുള്ള വൃക്ഷം അത് നിങ്ങൾ അള്ളാഹുവിന് പകരക്കാരനെ ചോദിക്കുകയാണോ, ഷിർക്കാണോ എന്നുള്ളതാണ് റസൂലുള്ളാന്റെ അവിടുത്തെ ഒരു വാക്ക് വന്നത്. നമ്മള് നിങ്ങളാ പറഞ്ഞ സംഭവം ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അതുകൊണ്ട് അതിനെപ്പറ്റി രണ്ടാമത്തെ കാര്യം ഉസ്താദ് ഒന്ന് രണ്ടാമത്തെ കാര്യവും ഉസ്താദ് ഒന്ന് നോക്കണം. ശത്രുക്കൾക്കുള്ള പോലെ ദാത്ത് അംവാത്ത്. പിന്നെ ശത്രുക്കൾക്കുള്ളത് പോലെ ദാത്ത് അംവാത്തോ? അതെ, വാള് തൂക്കുവാനൊരു മരം ഞങ്ങൾക്കും നിശ്ചയിച്ചു തരണം എന്നാണ് സഹാബാക്കൾ പറഞ്ഞത്. അപ്പോ അതിന് റസൂലുള്ള കൊടുത്ത മറുപടി, നിങ്ങൾ ഒരു ആരാധന വേണമെന്ന് പറയുകയാണോ, അത് ഷിർക്കാണെന്നാ പറഞ്ഞത്. അപ്പൊ ഷിർക്ക് വരിക അള്ളാഹു ആണ് എന്ന് കരുതിയാലാണ് എങ്കിൽ ആ മരം അള്ളാഹു ആണെന്ന് ഇവർ കരുതിയിട്ടില്ലല്ലോ. സൃഷ്ടാവാണെന്നോ പരിപാലകനാണ് എന്നോ ഒന്നും കരുതിയിട്ടില്ല. പക്ഷെ അത് ഷിർക്കാണെന്നാണ് റസൂലുള്ള. അത് മുസ്ലിമിലാണിട്ടില്ലേ ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള. ഇനി ഹദീസ് വേണമെങ്കിൽ ഞാൻ ഇൻഷാല്ലാഹ് വാട്സപ്പിൽ അയച്ചു തരാം. ഇനി ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി പറയാണ്. അപ്പൊ ആ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചർച്ചയ്ക്കിടയില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി പറയാണ്, നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും എന്ന് പറഞ്ഞപ്പോ, അതായത് മാഷാ അല്ലാഹു വശിഅത എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അജഅൽത ലില്ലാഹി നിദ്ദാന്നാ പറഞ്ഞത്. ഇജ്ജിന്നെ അള്ളാഹുവിന് പകരക്കാരനാക്കി നിർത്തുകയാണോന്ന് ചോദിച്ചു. എന്തേ പറഞ്ഞോളൂ, നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും, അല്ലെങ്കിൽ സംഭവം ഒരു കാര്യത്തിനെ കുറിച്ച് നിങ്ങളും അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്നാണ് പറഞ്ഞത്. അല്ല, ഇപ്പൊ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ അള്ളാഹു റസൂൽ ആലം. അള്ളാഹു റസൂൽ ആലം എന്ന് പറയുന്നത് അള്ളാഹുവിനും റസൂലിനാണ് അറിയുള്ളൂ. ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പക്ഷെ അവിടെ പറഞ്ഞത് ഇജ്ജു അള്ളയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹു ഉദ്ദേശിച്ച കാര്യം ഇത് ഹദീസാണ് ഉസ്താദ്. ഞാൻ വേണമെന്നുണ്ട് ഹദീസ് നമ്പർ അടക്കം പറഞ്ഞുതരാം, അല്ലെ ഹദീസ് വിട്ടുതരാം. അവിടെ പറഞ്ഞത് അജഅൽത ലില്ലാഹി നിദ്ദ എന്നാണ്. ഇജ്ജ് നിദ്ദൻ ഉണ്ടാക്കുകയാണോ എന്നാണ് ചോദിച്ചത്. പിന്നെ ബിനൗഹി കഥ വക്കഥ എന്നുള്ള ആ ഒരു റേഞ്ചിലൊക്കെ ഇതേ വിഷയം ഞാൻ എന്റെ ചെറിയ അറിവിൽ നിന്ന് പഠനം നടത്തിയ കാര്യങ്ങളാണ് പുസ്തകന്റെ അടുത്ത് പറഞ്ഞത്. ഷിർക്കിനെ കുറിച്ച് ഇനി സൂറ ഫാത്തിറിലെ 35-ാമത്തെ അധ്യായം സൂറത്ത് 14-ാമത്തെ ആയത്തില് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും എന്ന് തുടങ്ങുന്ന ആ ആയത്തുണ്ടല്ലോ, ആ വിളിച്ചു പ്രാർത്ഥന എന്നുള്ളതിനെ കുറിച്ച് പഠനം നടത്തിയതിൽ നിന്ന് ഷിർക്കിന്റെ ഒരു ഇത് കിട്ടി. അതായത് ഷിർക്ക് എന്താണ് എന്ന് ആ ആയത്തൊക്കെ നമ്മള് കേരളത്തിൽ ഇഷ്ടംപോലെ എല്ലാ വിഭാഗം, പിന്നെ സുന്നികളാവട്ടെ വഹാബികളാവട്ടെ മൗദൂദികളാവട്ടെ അപ്പോഴും വിശദീകരിച്ച് അത് വേറെ കുറെ ആളുകൾക്കൊക്കെ തിരിഞ്ഞ് മനസ്സിലായി വരുന്നത്. പ്രാർത്ഥന എന്തായിരിക്കും? ഞാൻ ചോദിക്കുന്ന ഷിർക്ക് അശ്റക യുശ്രികു ഇശ്റാകൻ വഹുവ മുശ്രികൂൻ എന്നുള്ള ആ ഒരു ലെവലിൽ നിന്നുകൊണ്ട് ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആഅക്കും വലൗ സമഉ മസ്തജാബു ലക്കും എന്നുള്ള ആ ആയത്ത്, അത് ഏത് വിളിച്ചു പ്രാർത്ഥനയാണ് ഷിർക്കാണെന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്? ആ പറഞ്ഞതൊക്കെ മക്കയിലെ മുശ്രിക്കീങ്ങളുടെ പേരിൽ ഇറങ്ങിയ ആയത്തല്ലേ. അപ്പൊ നമുക്ക് പരിശുദ്ധ ഖുർആനിൽ മുശ്രിക്കീങ്ങൾക്ക് ഒരു ആയത്ത്, അതായത് മക്കാർക്ക് ഒരു ആയത്ത്, നമുക്കൊരു ആയത്ത് വേറെ ഉണ്ടോ? അല്ല, അവരുടെ വിശ്വാസപരമായിട്ട് ഈ മക്ക മുശ്രിക്കീങ്ങളുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയ ആയത്താണ് അത്. ഇറങ്ങിയ ആയത്ത് എന്നതിന്റെ അർത്ഥം അതാണ്. അതന്നെ, ആ മക്ക മുശ്രിക്കീങ്ങള് ലാത്തയും ഉസ്സയും ആണ് റബ്ബ് എന്ന് വിശ്വസിച്ചിരുന്നോ? വിശ്വസിച്ചിരുന്നു. അപ്പോ അവരോട് പരിശുദ്ധ ഖുർആൻ പറയുന്നു അവരോട് ആരാണ് ചോദിച്ചാൽ അള്ളാഹുവിനോട്
പിന്നെ ചോദിക്കുന്നത് പോലെ അവര് പിന്നെ അവരെ ദൈവമാണ്, അവരെ പിന്നെ സംരക്ഷിക്കുന്നവര്, പിന്നെ ലാത്തയും മുസൈമാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരുന്നവര്. അതെ ഉസ്താദിന് ഈ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം ഒന്ന് ഉസ്താദിന് അറിയാമോ എന്ന് പറയോ? ഇക്രിമ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന ചരിത്രം ഞാൻ നോക്കിയില്ല. ഇല്ല. കാറ്റിലും കോളിലും പെട്ടത് പരിശുദ്ധ ഖുർആൻ അറിയിച്ച ആയത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. കാറ്റിലും തിരമാലയിലും പെട്ട് അവര് നടുക്കടലില് ധിക്കറിയാതെ ഉഴലുന്ന സമയത്ത് അവര് മുഖലിസീന ലഹുദ്ദീൻ എന്ന ആ ഒരു റേഞ്ചില് ഇഖ്ലാസോട് കൂടി അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിക്കും. പിന്നീട് അവൻ ഫനജ്ജാഹും എന്നുള്ളതാണ് ആയത്തിൽ വരുന്നത്. പിന്നീട് അവൻ അവരെ കരയിലേക്ക് എത്തിക്കുമ്പോൾ ഒരു സമയത്ത് പേരോട് അബ്ദുറഹ്മാൻ ഉസ്താദ് പറഞ്ഞത് അത് വേറെ എന്ന് പറഞ്ഞ വിഷയത്തെ കുറിച്ചാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. അവരെ പിന്നീട് അള്ളാഹു വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു കരയിലേക്ക് രക്ഷപ്പെടുത്തി കഴിഞ്ഞാല് അവര് പേരോട് ഉസ്താദ് ഞങ്ങളുടെ ഒരു കാര്യം പറയട്ടെ. പേരോട് ഉസ്താദും പിന്നെ നമ്മളൊക്കെ പിന്നെ രാവും പകലും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. പിന്നെ മൂപ്പരെ പോലത്തെ ആളുകൾ പറഞ്ഞതും നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നതൊന്നും താരതമ്യം ചെയ്യാൻ എത്ര വലിയ ആളാണ്. എന്റെ കരളിന്റെ കഷ്ണമായ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ എന്ന് ചൊല്ലിപ്പടിച്ച ഞാൻ എന്റെ കരളിന്റെ കഷ്ണമായിട്ട് എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. അങ്ങനത്തെ ഒന്നും പറയല്ലോ ഉസ്താദ്. അതൊക്കെ എന്താണെന്നറിയില്ല. നമ്മള് ഇപ്പൊ കേരളത്തിൽ അതാ പറഞ്ഞേ, നമ്മൾക്ക് ഇവിടെ ഇൽമു പഠിപ്പിച്ചു തരുന്ന ആളുകളാണ് അവരൊക്കെ. ആ പ്രായത്തിനെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട്. അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാന്തിത്യത്തെ ഞാൻ ബഹുമാനിക്കാറില്ല. കാര്യം അല്ലല്ലാത്തവരെ പിന്നെ അള്ളാഹിന്റെ സ്ഥാനത്ത് വെച്ചുകൊണ്ട് ആരും ഇവിടെ വിളിച്ചു പ്രാർത്ഥിക്കണില്ല. അള്ളാഹുവിന്റെ സ്ഥാനത്ത് വെച്ച് ആരും അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് ഒരാളും വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല. ഒരാളും വിളിച്ചു പ്രാർത്ഥിക്കണില്ല. അങ്ങനെ എനിക്ക് തോന്നുന്നില്ലേ എന്ന കെലിമത്ത് തൗഹീദിൽ പിന്നെ അടിയുറച്ച് വിശ്വസിക്കുന്ന ഏതൊരാളും അള്ളാഹ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നില്ല. നിങ്ങൾക്ക് തെറ്റിദ്ധാരണയാണ്. സിമ്പിൾ കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഇല്ല അല്ലേ പിന്നെ റസൂലുള്ള ഞങ്ങളെ നോക്കണേ, റസൂലുള്ള ഞങ്ങളെ പിന്നെ ഞങ്ങൾക്ക് ഉത്തരം തരണേ, റസൂലുള്ള ഞങ്ങൾക്ക് പുറത്തു തരണേ, റസൂലുള്ള എന്നൊക്കെ ഇവിടെ പറയുന്നത് ആരാണ് പിന്നെ ആരാണ് പാപം പുറത്തു തരിക? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ഉസ്താദ് ഇല്ലല്ലാ. ഇവിടെ ഞങ്ങളുടെ പാപം പുറത്തു തരണേ റസൂലുള്ളാന്ന് പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്ത് തരാം. ഞാൻ മറ്റൊരു മൊബൈലിൽ നോക്കിയത് കണ്ടില്ല. പാപം പുറത്തു തന്നെ പറഞ്ഞാൽ അത് നമ്മൾ ചെയ്യുന്ന പാപം പൊറുക്കാന്നല്ല പറയുന്നത്. അങ്ങനെയാണോ ഒരു പറയുന്നത്? അങ്ങനെയാണോ ഒരു പറഞ്ഞത്? കണ്ട കണ്ണാണേ പലവിധ തിന്മകൾക്കും അടിമയാണേ. ഇതിയെ ഒന്ന് കണ്ട് തെളിയാനാണ് നരകക്കുണ്ടിലെറിയും പേടിക്കൊണ്ടാണ്. അതൊന്ന് ഉസ്താ, ഇതിനിടയ്ക്ക് നമ്മളെ ഖലീൽ ബുഖാരി തങ്ങളുണ്ടല്ലോ, അദ്ദേഹം മഅദിൻ ക്ലാസ്സിലേക്ക് പോകുമ്പോ കപ്പലിൽ പെട്ടിട്ടാകെ പ്രശ്നമായിട്ട് ഒരു വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. കുറച്ച് കാലങ്ങളായിട്ട് അതിങ്ങനെ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നത്, പ്രതിസന്ധി ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞത്, ബദരീങ്ങളെ നിങ്ങളല്ലാതെ എനിക്ക് ഇനി വിളിക്കാൻ ആരുമില്ല, എന്നെ സഹായിക്കണം എന്നാണ് പറഞ്ഞത്. അല്ല, ഒരു മിനിറ്റ്. മഅദിൻ ഹജ്ജ് ക്ലാസ്സിക്ക് പോകുമ്പോ കപ്പൽ യാത്ര എവിടെ എന്നുള്ള ഒരു കാര്യം അവിടെ എന്റെ സംശയം അവിടെ നിൽക്കണ്ട, ഞങ്ങളത് ചോദിക്കണില്ല. പക്ഷേ കപ്പലിലാണല്ലോ ഇപ്പൊ ഇത് വിളിച്ചു പ്രാർത്ഥിച്ചത് മഅദിൻ പിന്നെ ഇതിലേക്ക് പോകുമ്പോ. അപ്പൊ ഉസ്താദ് ഞാൻ ഇവിടെ സംശയം ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ, നമുക്ക് വ്യക്തതല്ല കേട്ടോ. അല്ല, ഉണ്ട് എന്റെ അടുത്ത് വീഡിയോ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ ഒരു സൗകര്യമില്ലാത്ത സാധാരണ കപ്പലാണ്
പെട്ടെന്ന് മഴയിൽ ഹജ്ജ് ക്ലാസ്സിലേക്ക് നടക്കുന്നതിന് വേണ്ടി വരികയാണ്. അതാ കടൽക്ഷോഭം വളരെ വളരെ രൂക്ഷമാവുകയും ഇതാ മരണത്തെ മുഖാമുഖം കാണുന്ന രംഗം, മരിച്ചെന്ന് കടലിൽ മറഞ്ഞെന്ന് വിശ്വസിക്കുന്ന രംഗം. പക്ഷേ ആ സമയത്തൊക്കെയും വിളിച്ചത് ബദരീങ്ങളെ, എന്നെ രക്ഷപ്പെടാൻ യഥാർത്ഥത്തിൽ വിരീതൻ മനസ്സ് ഇതിൽ മരിക്ക് വെള്ളത്തിൽ മുങ്ങുക തന്നെ ചെയ്യും. മരിച്ചാൽ ഏതെങ്കിലും മത്സ്യത്തിന്റെ വയറ്റിൽ എന്റെ മയ്യത്ത് നിസ്കരിക്കാൻ പോലും റബ്ബേ എന്നെവിടെയെന്ന് കാണാൻ പോലും മനസ്സങ്ങ് തകർന്ന് മറഞ്ഞ സമയത്ത് ഓർമ്മ വന്നത് ബദരീങ്ങളെ, നിങ്ങളല്ലാതെ രക്ഷിക്കാനില്ല, എനിക്ക് വിളിക്കാൻ നിങ്ങളല്ലാതെ മറ്റാരുമില്ല, നിങ്ങൾ എന്റെ കൈവിടല്ലേ. അതല്ല പറഞ്ഞ സംഭവം ഉണ്ട്. പക്ഷെ അത് എവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചതാണ് ക്ലാസ് എന്നുള്ളത് നിങ്ങള് ആ വിഭാഗത്തിൽപ്പെട്ട ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനത് ഒരു സംശയം പോലെ. ഞാനങ്ങനെ രാജ്യ ക്ലാസ്സിന് ഞാൻ പോയി വെച്ചിട്ടില്ല. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ അത് നമുക്ക് ഒഴിവാക്കാം. എന്നാൽ ബദരീങ്ങളെ നിങ്ങളല്ലാതെ എന്നെ സഹായിക്കാൻ വേറെ ആരുമില്ല എന്നാ വാക്ക് ഇസ്തിഗാസയാകുക എങ്ങനെ ഉസ്താ? ഒരു മിനിറ്റ് ഇല്ലേ, ഇതൊന്നും നിങ്ങൾ കേൾക്കും. അള്ളാഹുവിന്റെ ഹബീബായ തങ്ങള് അവിടത്തെ മദ്ഹ് പറയാൻ വന്നവരാണ്, അവിടത്തെ കുടുംബത്തിന് മദ്ഹ് പറയാൻ വന്നവരാണ്, ഔലിയാക്കന്മാരെ മദ്ഹ് പറയാൻ വന്നവരാണ്, ദീനിന് വേണ്ടി ദർസിന് വേണ്ടി സംഭാവന പിരിക്കാനും കൊടുക്കാനും വന്നവരാണ്. ഞങ്ങൾ ആമീനും ദുആയും അല്ലാഹ് സ്വീകരിക്കണം, ഞങ്ങളെ സദഖ അല്ലാഹ് സ്വീകരിക്കണം. റബ്ബിനോടൊന്ന് പറഞ്ഞ് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടണേ യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ഇജാബത്ത് വാങ്ങി തരണേ യാ ഹബീബല്ലാഹ്. ഞങ്ങളെ ഖൽബൊന്ന് ഇത് ഒരു ഉസ്താദ് പ്രാർത്ഥിക്കുന്നതാണ്, റസൂലുള്ളാഹിനോടാണ് പ്രാർത്ഥിക്കുന്നത്. അള്ളാഹിനോട് വാങ്ങിത്തരണേ യാ റസൂലല്ലാഹ് എന്ന് പറയുന്നത്. അങ്ങനെ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ടോ? അല്ല, വാങ്ങിത്തരണേ. ഇപ്പൊ റസൂലുള്ളാഹിനോട് പിന്നെ മൂസാ നബിയോട് വെള്ളം ചോദിച്ചതുപോലെ റസൂലുള്ളാഹിനോട് മഴ ചോദിച്ചതുപോലെ അങ്ങനെയൊന്നും പറയരുത്. അതൊക്കെ മറ്റൊരു വിഭാഗത്തോട് പറയുക. ഈ വിഷയങ്ങളൊക്കെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഞാന്. മൂസാ നബി മുന്നിലുള്ള മൂസാ നബിനോട് വെള്ളം ചോദിച്ചതൊന്നും അല്ല ഇവിടുത്തെ ചോദ്യം. 1400 കൊല്ലത്തിന് ശേഷമാണ് ഈ ചോദിക്കുന്നത്. അല്ല മനസ്സ സാഹിബേ, അതായത് പിന്നെ മൂസാ നബിയോട് എനിക്ക് കൂടുതൽ ഒറ്റട്ട് സംസാരിക്കാൻ കഴിയില്ല. മൂസാ നബിയുടെ സമുദായം വെള്ളം ചോദിച്ചത് അവിടെ ഒരു തുള്ളി വെള്ളം കിട്ടാത്ത സമയത്താണ്. എന്നിട്ട് മൂസാ നബി എന്ത് ചെയ്തത്? അവിടെ കിണറ് കളിച്ചല്ലേ ചെയ്തത്. അല്ലെങ്കിൽ എന്റെ പേരോട് പോലെ അവിടെ പിന്നെ വാട്ടർ സപ്ലൈന്റെ മന്ത്രിനെ സമീപിക്കല്ല ചെയ്തത്. എന്ത് ചെയ്ത്? അള്ളാഹിനോട് പ്രാർത്ഥിച്ചപ്പോ മൂസാ നബിക്ക് അള്ളാഹു തആല പറഞ്ഞു കൊടുത്തു, ആ പാറമ്മൽ അടിച്ചറിയാം. അതിന്റെ പേരാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. അതെ, മുഅ്ജിസത്ത് എന്ന് പറഞ്ഞതാണ്. അപ്പൊ ഈ മഹാന്മാർക്ക് പിന്നെ മുഅ്ജിസത്ത് എന്ന് പറയുന്ന ഒരു കഴിവ്, മുഅ്ജിസത്ത് എന്ന് പറയുന്ന കഴിവ് അള്ളാഹ് കൊടുത്തിട്ടുണ്ട്. അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും നമ്മൾ പഠിച്ച കാര്യമാണല്ലോ ഉസ്താദ്. അതെ. ഈ ഔലിയാക്കൾക്ക് ഈ കറാമത്തിന്റെ അർത്ഥം എന്താണ്? ബഹുമാന ആദരവായിട്ട് കൊടുക്കുന്നതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അത് അവർക്ക് മുഅ്ജിസത്തും കറാമത്തും ഒന്നാണ്. പക്ഷെ എന്താണ്, അമ്പിയാക്കൾക്ക് അവരുടെ സ്ഥാനമാനങ്ങൾക്കുള്ള വ്യത്യാസം ഉള്ളത് കൊണ്ട് അതിന് മുഅ്ജിസത്ത് എന്ന് പറയുന്നു. പിന്നെ ഔലിയാക്കൾക്ക് പിന്നെ അവരുടെ സ്ഥാനമാനങ്ങൾക്ക് അനുസരിച്ച് കറാമത്ത് എന്നും പറയുന്നു. ശരി, സംഗതി രണ്ടും ഒന്നാണ്. ഈ പറഞ്ഞ കാര്യങ്ങള് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹുവുമായിട്ട് ജിബ്രീൽ മുഖേനയും നേർക്കുനേരുള്ള ബന്ധങ്ങളുണ്ട്. ഔലിയാക്കൾക്കും അതുപോലെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പറയപ്പെടുന്നത്. ഈ ഔലിയാക്കൾക്ക് ഇങ്ങനെ പിന്നെ മലായിക്കത്ത് മുഖേന ഉണ്ട് എന്നല്ല, അവർക്ക് ഇൽഹാമു എന്ന് പറയുന്ന സംഭവം. അതിപ്പോ വഹാബികൾക്ക് അത് പറഞ്ഞ അത് മനസ്സിലാവില്ല. മൻസൂർ മണ്ണാർക്കാടിന് ഇൽഹാമിനെ കുറിച്ച് പറഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയും. ഇൽഹാമിനെ കുറിച്ച് അറിയാം.
അത് അള്ളാഹുവിൽ നിന്നുള്ള തന്നെയാണ് ഇൽഹാം എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പല മഹാന്മാരെ കുറിച്ചും ഇൽഹാം അല്ലാതെ നേർക്കുനേർ മലായിക്കത്തീങ്ങളോട് സംസാരിച്ചു എന്ന് പറയുന്ന ആളുകളെ കുറിച്ച് അപ്പൊ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? മലായിക്കത്തീങ്ങളെപ്പോഴും മലായിക്കത്തീങ്ങൾക്ക് മലക്കുകൾക്ക് ദർശനത്തെ മഹാന്മാരൊക്കെ ഉണ്ടല്ലോ. അതാണ് മലക്കുകളെ മായിട്ട് ബന്ധപ്പെട്ട ആളുകളുണ്ട് എന്നൊക്കെയാണ് ഇവിടെ പ്രചരിപ്പിച്ച്. ഞാനൊരു മറന്നുപോകും ഒരു കാര്യം. ഇപ്പൊ ഈ മുഅ്ജിസത്ത് കൊണ്ടും കറാമത്ത് കൊണ്ടും നമ്മൾ അവരോട് തേടി കഴിഞ്ഞാൽ അവർ നമ്മളെ സഹായിക്കും, അല്ലെങ്കിൽ അവർ അള്ളാഹിനോട് പറഞ്ഞിട്ട് സഹായിക്കും എന്നാണല്ലോ വിശ്വാസം. അപ്പോ അള്ളാഹിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുഅ്ജിസത്ത് ഉണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കേട്ട ആളുകളാണ്. എന്നാൽ നേർക്കുനേർ കണ്ട സ്വഹാബാക്കള് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയതിനു ശേഷം ജീവിച്ച ഏതെങ്കിലും ഒരു സ്വഹാബി അള്ളാഹിന്റെ റസൂലിന്റെ മുഅ്ജിസത്തിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് അള്ളാഹിന്റെ റസൂലിനോട് വിളിച്ചു തേടുകയോ ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്ത ഒരു സന്ദർഭം ഉണ്ടോ? റസൂലുള്ളാഹിനോട് പിന്നെ വെള്ളത്തിന് ആവശ്യം, അതായത് വെള്ളമില്ലാത്തൊരു സമയത്തെ വെള്ളത്തിന് റസൂലുള്ളാഹിനോട് ചോദിച്ചല്ലോ. വെള്ളത്തിന് ചോദിച്ചിട്ടില്ല. സ്വഹാബി ചോദിച്ചോണ്ടാണല്ലോ പിന്നെ വെള്ളിന്റെ ഇടയിൽ കൂടെ വെള്ളം ഉണ്ടായത്. വെള്ളിന്റെ ഇടയിൽ കൂടി വെള്ളം ഉണ്ടായത് ആരുടെ? റസൂലുള്ളാഹിന്റെ. അത് റസൂലുള്ള കാലത്തല്ലേ? ഉള്ള കാലത്തല്ല, ഞാൻ പറഞ്ഞത് അതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉള്ള കാലത്താണെങ്കിൽ ഇല്ലാത്ത ഉള്ള കാലത്ത് അങ്ങനെ അല്ലാതെ തന്നെ പല കാര്യങ്ങളും അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു തആല അള്ളാഹുവിന്റെ ഹബീബിന് പല തരത്തിലുള്ള മുഅ്ജിസത്തുകളും നൽകിയിട്ടുണ്ട്. അതിലൊന്നും മനുഷ്യന് വിശ്വാസക്കുറവില്ല. ഞാൻ മുസ്ലിം. അവരുടെ ജീവിതം, അതായത് അവരുടെ ജീവിതവും പിന്നെ മരണവും ഹൈറാണ് എന്ന് തുടങ്ങുന്ന പിന്നെ ഹദീസുണ്ട്. അവരുടെ ജീവിതവും മരണവും ഖൈറാണ്, അതിലും എനിക്ക് സംശയമല്ല. നമ്മുടെ ജീവിതവും മരണവും വരെ അള്ളാഹ്ക്കുള്ളതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമല്ല ഉസ്താദ്. ഞാൻ അതല്ല ചോദിച്ചത്. ഉസ്താദ് ചോദ്യം കേട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഞാൻ പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം ഇന്നിവിടെ ഈ സമസ്ത വിഭാഗങ്ങളിലുള്ള മുസ്ലിയാക്കന്മാർ ഈ ജനങ്ങളോട് പറയുന്നത് പോലെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയോ വിളിച്ചു തേടുകയോ ഇസ്തിഗാസ ചെയ്യുകയോ ചെയ്തൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോന്നാ? അത് സ്വഹാബാക്കൾ ചെയ്തിട്ടുണ്ടോന്നാ? സ്വഹാബാക്കൾ ചെയ്തതിന് ഒരുപാട് തെളിവുകളുണ്ടല്ലോ. ഒന്ന് പറഞ്ഞുതരോ? നമ്മളിപ്പത് ഇവിടെ നിരന്തരം ഇതിനു വേണ്ടിയിട്ട് യുദ്ധം വരെ നടക്കുന്നുണ്ടല്ലോ. സ്റ്റേജ് കെട്ടി 3 മിനിറ്റ് ചോദ്യത്തിന് 5 മിനിറ്റ് ഉത്തരം പറഞ്ഞുകൊണ്ട് ഖണ്ഡന മണ്ഡലങ്ങളും സംവാദങ്ങളും മുഖാമുഖങ്ങളും നടക്കുന്ന ഇസ്തിഗാസക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അംഗീകരിക്കാത്ത ചില വിഷയങ്ങളുണ്ട്. ഞാൻ എന്താ അംഗീകരിക്കും? ഞാന് കിതാബുല്ലാഹി വസുന്നത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇജ്മാഉം ഖിയാസും, ഇതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരുന്ന ഇജ്മാഉം ഖിയാസും അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ സംഭവം അതന്നെയാണ്. എന്നാ പറയും, ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം പറയും. പിന്നെ മഴയില്ലാത്ത സമയത്തെ മഴക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അറാബി വന്നില്ലേ? മഴക്ക് ആവശ്യപ്പെട്ടുകൊണ്ട് അറാബി വന്നത് ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തല്ല, അത് റസൂലുള്ളാഹിന്റെ കാലത്താണ്. അതെ, അല്ലല്ല, അതെ. മിമ്പറിൽ നിൽക്കുമ്പോ ഇല്ല, വെള്ളിയാഴ്ച ഖുതുബ പറയുന്ന മിമ്പറിൽ നിൽക്കുമ്പോ അറാബിയായ മനുഷ്യൻ അതന്നെയാണ്. അത് ഞാൻ പറഞ്ഞു. ഉസ്താദിന് അത് ഓർമ്മപ്പിശക് പറ്റിയതാണെങ്കിൽ ഉമർ റളിയല്ലാഹുവിന്റെ കാലത്ത് ആരാണ് വന്നതെന്ന് പേരടക്കം ഞാൻ പറയാം. അത് മറ്റൊരു കാര്യം വന്നിട്ടുണ്ട്. അത് മറ്റൊരു കാര്യമാണ്. റസൂലുള്ളാഹിന്റെ കാലത്തും വന്നിട്ടുണ്ട്. മിമ്പറിൽ നിൽക്കുമ്പോ ജുമാ ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ അറാബിയായിട്ടുള്ള ഒരു മനുഷ്യൻ വന്നുകൊണ്ട് പറയാണ്, അള്ളാഹുവിന്റെ ഹബീബെ ഞങ്ങൾക്ക് മഴ. കാരണം റസൂലുള്ള ജീവിക്കുന്ന സ്ഥലത്തല്ല, കുറച്ച് അപ്പുറത്താണ്. അതുകൊണ്ടാണ് ദൂരെയുള്ള ഒരാൾ വന്നത്. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് മഴയില്ല, കന്നുകാലികൾ ചത്തൊടുങ്ങുന്നു, കൃഷി നശിച്ചു പോകുന്നു, ഞങ്ങൾക്ക് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അള്ളാഹു അത് റസൂലുള്ളാഹിന്റെ കാലത്തല്ലേ ഉസ്താദ്? നല്ല മൻസൂർ സാഹിബ്. അതായത് എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പിന്നെ ഈ ഭരണം നന്നാക്കണം, പിന്നെ റസൂലുള്ളാഹിന്റെ അറാബിയാണോ ഉസ്താദേ? അറാബിയാണ്. എന്നാ കേട്ടോളിയും, അത് അറാബിയല്ല, അത് പ്രായം ചെന്ന ഒരു സ്വഹാബി വര്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് ഹാരിസ് ഇബ്നു മുസ്നി. അല്ലല്ല, അറാബി എന്ന് പറയുന്ന അറാബി വന്ന് പറഞ്ഞ ഉസ്താദ്, ഞാൻ ഇപ്പോഴും പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഉസ്താദ് പറഞ്ഞ ആളാണ്.
മനസ്സിലാക്കാൻ കഴിയും. ഹദീസിൽ പറഞ്ഞ ഈ വിഷയം അറാബിനാണ്. പക്ഷെ ആ അറാബി എന്ന ആള് പിന്നെ അദ്ദേഹം സഹാബി അല്ലായിരുന്നു എന്നും വഹാബികൾ പറയണ്ടേ. അപ്പൊ രണ്ട് ഗ്രന്ഥങ്ങളിൽ അത് നിങ്ങൾ പറയണ്ടോ ഈ അറാബി സ്വഹാബിയാന്ന്? അപ്പൊ നിങ്ങൾ പറയുന്നത് അറാബി സ്വഹാബിയാണ്. അറാബി സ്വഹാബിയാണ് റസൂലുള്ളാഹിനെ കണ്ടത് കാരണം. എന്നാൽ ഉസ്താദെ, ഞാൻ ചോദിച്ചത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ വന്ന് ചോദിച്ച വിഷയമല്ല, റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ചോദിച്ച കാര്യമാണ് നിങ്ങളോട് ചോദിക്കുന്നത്. വഫാത്തിന് ശേഷം ചോദിച്ചാലും സ്വഹാബിയാണ്. കാരണം റസൂലുള്ളാഹിനെ നോട്ടം കണ്ടാ പോരെ. ഉസ്മാൻ സാഹിബെ, അത് സ്വഹാബിയാണ് എന്നുള്ളതിൽ എനിക്കും സംശയമല്ല. റസൂലുള്ളാഹിന്റെ കാലശേഷം വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിച്ചത് അത് ഹാരിസ് ഇബ്നു മുസ്നി റളിയല്ലാഹു അൻഹു ആണ്. മുസ്നി അതാരാണ്? ഹാരിസ് ഇബ്നു മുസ്നി സ്വഹാബിയാണ്. സ്വഹാബിയാണ്. അയാളെന്നല്ല വെള്ളം ചോദിച്ചേ. അയാൾ വെള്ളം ചോദിച്ച പിന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വെള്ളം ചോദിക്കുകയല്ല ചെയ്തത്. ആ ചരിത്രം ഉസ്താദെ നിങ്ങള് പരിപൂർണമായിട്ടും അതിന്റെ ഒരു കണ്ടന്റ് ഞാൻ പറയാം. ഉസ്താദിന് ക്ഷമയുണ്ടെങ്കിൽ കേൾക്കുക. ഹാരിസ് ഇബ്നു മുസ്നി റളിയല്ലാഹു അൻഹു വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നു, ഉമറെ, ഞാൻ നമ്മുടെ പുണ്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇന്നലെ രാത്രി ഉറക്കത്തിൽ മനാമിൽ കണ്ടു, സ്വപ്നത്തിൽ കണ്ടു. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അന്ന് അവിടെ ആ പ്രദേശത്ത് വരൾച്ചയാണ്, വെള്ളത്തിന് ബുദ്ധിമുട്ടുള്ള സമയമാണ്. നിങ്ങളോട് മഴയ്ക്ക് വേണ്ടി നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടന്നു. അവർ മഴയ്ക്ക് വേണ്ടി നമസ്കരിച്ചു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമാക്കിക്കൊണ്ട് മഴയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. അതെ, റസൂലുള്ളാഹിനെ മനാമിൽ കണ്ടതല്ലേ സംഭവം. അതെ. ആ മനാമിൽ കണ്ടതും പിന്നെ എന്താണ് ഇപ്പൊ അതില് ഇസ്തിഗാസ? അത് കാരണല്ലേ മഴ കിട്ടിയേ? അല്ല, അത് ഇസ്തിഗാസക്ക് തെളിവല്ലല്ലോ. അല്ല, റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരമാണല്ലോ ഇത് ഇത് റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരമാണ് ഉമർ റളിയല്ലാഹു അൻഹും അതുപോലെ പിന്നെ ഈ പറഞ്ഞ സ്വഹാബിയൊക്കെ ചെയ്യുന്നത്. ആയിക്കോട്ടെ, അതിന് ആരെങ്കിലും റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചതിന്റെ ഭാഗമായിട്ടാണോ അത് ചെയ്തത്? റസൂലുള്ളാഹിനോട് പ്രാർത്ഥിച്ചു എന്നല്ല, റസൂലുള്ളാഹിനെ സഹായിക്കുകയാണ്. റസൂലുള്ള സഹായിക്കൂല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. റസൂലുള്ള ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അത് നിങ്ങൾ പറഞ്ഞ പോലെ വഹാബികളുടെ ആശയമല്ല നിങ്ങളുടെ ആശയമായിട്ടില്ല. ഞാൻ വഹാബി അല്ല എന്നുള്ളത്, മുജാഹിദ് അല്ല എന്നുള്ളത് എന്റെ വീഡിയോയിലൂടെ പലതവണ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങളുടെ ആശയവും അല്ല, നിങ്ങളുടെ ആശയവുമല്ല. പിന്നെ മൂന്നാമത്തെ ആശയമാണ്. ഖുർആനും സുന്നത്തും മൂന്നാമത്തെ ആശയമായിട്ടാണോ നിങ്ങൾ പറയുന്നത്? ഇനി എല്ലാ ആളുകളും ഖുർആനും സുന്നത്തും പറയണ്ടേ? അല്ല, എല്ലാരും പറയണ ഖുർആനും സുന്നത്തിന്. ഇപ്പൊ ഇവിടെ പിന്നെ ചേകനൂരിസം വന്നു, ഓല് ഖുർആനും സുന്നത്ത് തന്നെ പറയണ്ടേ? ഓല് സുന്നത്ത് പറഞ്ഞിട്ടല്ലോ ഉസ്താദെ. സുന്നത്ത് പറഞ്ഞ ചേകനൂരിയായി പോകുമോ? ഓല് ഖുർആനും കൊണ്ട് കെട്ടിമറിഞ്ഞിട്ട് പിന്നെ കഫറയായി പോയ ആളുകളല്ലേ? ഓലിപ്പോ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്നാ പറയുന്നത്. ഓല് ഖുർആന് സുന്നത്താക്കിയിട്ടുള്ള സൊസൈറ്റി എന്നാ പറഞ്ഞിരിക്കുന്നത്. സുന്നത്ത് ഹദീസ് പോലെയത്തില്ല. അങ്ങനെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ആൾക്കാർക്ക് മൂപ്പരോട് പിന്നെന്തേലും ഒക്കെ പറയേണ്ട ആവശ്യം വന്നില്ലല്ലോ. അത് പോട്ടെ, അതൊന്നല്ല. ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന പേരിൽ അവരിപ്പോ നമ്മുടെ നാട്ടിന്റെ തൊട്ടടുത്താണ്. ആയിക്കോട്ടെ, അവരുടെ ഖുർആൻ സുന്നത്ത് എന്ന് പറഞ്ഞാല് ഖുർആനും സുന്നത്തൊന്നല്ല, ഖുർആനാണോ അല്ല സുന്നത്ത് എന്നാണ്. അല്ല, ഖുർആനല്ല, ശരിയാണ്. ഖുർആനും അല്ല സുന്നത്തും അല്ല. പക്ഷെ അതിന്റെ പേരിലാണ്, ഖുർആന്റെ സുന്നത്തിന്റെ പേരിലാണ് അവര് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. അതാണ് നിങ്ങൾ നേരത്തെ ഹാരിസ് ഇബ്നു മുസ്നി റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറഞ്ഞു വന്നിട്ട് അതിൽ ഇസ്തിഗാസ മുസ്ലിയാക്കന്മാര് പ്രചരിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആ കഥ പറയാറുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ ചാരത്ത് പോയി ഇസ്തസ്കലി ഉമ്മത്തിക യാ റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ആ ഒരു കോട്ടിമാട്ടിലുള്ള ഒരു കഥയുണ്ട്. എന്നാൽ അല്ല, അത് യഥാർത്ഥമല്ല. അവിടേക്ക് ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു. യഥാർത്ഥമല്ല വേണമല്ല, കാരണം അതിന് നമുക്ക് അംഗീകൃതമായ ഗ്രന്ഥങ്ങളിൽ ഇതിനാണുള്ളത്. സൈഫിന്റെ ഫുതൂഹിലുണ്ട് ജാഹ റജുലിൻ എന്ന്. അത് ആ റജുല് ഈ റജുലാണെന്നും പറഞ്ഞിട്ട് ഏതൊരു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് അത് ഇസ്തിഗാസക്ക് തെളിവാക്കലുണ്ട്. ഇസ്തിഗാസക്ക് ഇലാ യൗമുൽ ഖിയാമ കിട്ടൂല തെളിവ് എന്നുള്ളതാണ് പരിശുദ്ധ ഖുർആൻ കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ ഉസ്താദ് ഇതുവരെ പറഞ്ഞില്ല, ഒരു സ്വഹാബി പോലും ഇസ്തിഗാസ ചെയ്തു എന്നുള്ള കാര്യം തെളിവാക്കി ഉദ്ധരിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഇപ്പൊ നമ്മളത് ചെയ്യണം ഉസ്താദെ. അല്ല, നമ്മക്ക് ആ ഒരൊറ്റ തെളിവ് മതി. ഏത് തെളിവ്? അവിടെ യാ റസൂലുള്ളാഹി ഞങ്ങൾക്ക് മഴ തരീന്ന് ആരേ പറഞ്ഞത്? ആരേ പറഞ്ഞേ? ഹാരിസ് ഇബ്നു മുസ്നി റളിയല്ലാഹു അൻഹു ആണോ പറഞ്ഞത്? ആരേ പറഞ്ഞത് മഴ തരീന്ന്? മഴ തരീന്നോ? വെള്ളം തരാൻ ആരാ പറഞ്ഞത് അവിടെ റസൂലുള്ളാഹിനോട്?
അവിടെ റസൂലുള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം നിങ്ങൾ ഇങ്ങനെ പറയരുത് ഉസ്താദെ. ഞങ്ങൾ ഉസ്താദിനെ വിളിക്കണത്, നിങ്ങൾ ഉസ്താദിനെ വിളിക്കണത് അത്രയും ബഹുമാനം കൊണ്ടാണ്. നിങ്ങളെ മഴയ്ക്ക് വേണ്ടിയുള്ള നിസ്കാരവും മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയും ഒക്കെ ഭാഗമായിട്ടാണ്. ഇൽഹാം എന്നും പറയാൻ കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു അത് റസൂലുള്ളാഹിയാണെന്നുള്ളത് ആ സ്വഹാബിക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു. അദ്ദേഹം റസൂലുള്ളാഹിനെ കണ്ട ആളാണ്. അതിലൊന്നും എനിക്ക് തർക്കമല്ല ഉസ്താദെ. അത് ഞാൻ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പഠനം അതിന്റെ അപ്പുറം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അത് പിടി റസൂലുള്ളാഹിനെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു സ്വഹാബി, ഇനി പോട്ടെ സ്വഹാബി കിടക്കട്ടെ, ഒരു താബിയും പോട്ടെ, ഒരു തബുത്താബിയും പോട്ടെ, ആ ഇമ്മത്തിന്റെ ഉലമാക്കളിൽ ആരെങ്കിലും ഒരാളെ പേര് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ കഴിയോ? ഞാൻ പറഞ്ഞുണ്ട്, ഞാൻ ഇൻഷാ നോക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഉസ്താദെ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ഉസ്താദിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് ഞാൻ പറഞ്ഞു. ഏതായാലും നിങ്ങൾ ഞാനിപ്പോ പറഞ്ഞ ഈ സംസാരം ഉണ്ടല്ലോ ഒരുപാട് പഠനത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംസാരമായിരുന്നു നമ്മൾ സംസാരിച്ചത്. കാര്യം നിങ്ങളെപ്പോലുള്ള ആളുകളും ഇന്ന് ഇവർക്ക് ഇടയിലുണ്ട് എന്നുള്ളത് ആശ്ചര്യകരമാണ്. ആശ്ചര്യകരം എന്ന് പറഞ്ഞാൽ നമ്മള് പിന്നെ ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖ സുന്നി പക്ഷമായ AP വിഭാഗത്തിന്റെ ഒരു പ്രവർത്തകനാണ് ഞാൻ. നമ്മൾ ഈ സുന്നി ചെയ്യാന്ന് പറയലൊക്കെ നിർത്തണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്നി എന്നൊന്നും റസൂലുള്ളാഹിയുടെ സ്വഹാബത്തോ ഉപയോഗിക്കാത്തൊരു വാക്കാണത്. സുന്നിയോ? അല്ല, ഇസ്തിലാഹിയായിട്ടും ലുഗവിയായിട്ടും നമുക്ക് ആ വാക്കിനെ കുറിച്ച് പഠനം നടത്തുകയാണെങ്കിൽ അത് ലഫ്ലി ആയിക്കൊണ്ട് അത് ബിദഅത്തായ ഒരു വാക്കായിട്ട്, കേരളത്തിലുള്ള പിന്നെ ഒരു വിഭാഗത്തിനെ സംബന്ധിച്ച് ഒരു ഷോർട്ടായി പറയുന്ന ഒരു വാക്കാണ്. ഓക്കെ, ഞാൻ പറയുന്നു അഹ്ലു സുന്ന എന്ന് തന്നെ നമ്മൾ പറയണമെന്നാ പറഞ്ഞത്. സുന്നി എന്ന് പറഞ്ഞിട്ട് ആരും ഉണ്ടാക്കിയ ഒരു വാക്ക് വിട്ടിട്ട് സുന്നത്തുകൾ ജമാഅ പിന്നെ ഒന്നായിട്ട് പറയുന്ന അതിന്റെ അപ്പൊ നമ്മളെ വിഭാഗത്തിന് തിരിച്ചറിയാൻ വേണ്ടി നമ്മളൊരു പേരിട്ടു എന്ന് മാത്രം സുന്നി. അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ള സാധനം ഫിർഖത്തുൻ നാജിയാണ്. അള്ളാന്റെ ഹബീബ് സ്വഹാബാക്കൾ ചോദിക്കാൻ ആരാണ് അള്ളാന്റെ റസൂലെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, ആരാണ് സ്വർഗത്തിന്റെ അവകാശികൾ എന്ന് ചോദിച്ചപ്പോ ഞാനും എന്റെ സ്വഹാബത്തും നിലകൊണ്ട ചര്യയിൽ ആര് നിലകൊള്ളുന്നുവോ അതാണ് അഹ്ലുസുന്ന. എവിടെ ഉസ്താ അഹ്ലുസുന്ന എന്ന് പറയുന്ന ആ റസൂലും റസൂലിന്റെ സ്വഹാബത്തും നിലകൊണ്ട ആളുകളില് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച ഒരു സ്വഹാബി ആരാണ്? ഞാൻ നിങ്ങളെ നാളെ മുതൽ കൂടും. ഞാൻ നാളെ വീഡിയോ ചെയ്യും, ഇസ്തിഗാസക്ക് വേണ്ടി ഞാൻ വീഡിയോ ചെയ്യും. ഉസ്താദ് പറഞ്ഞോളി, ഇസ്തിഗാസ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നാളെ ഞാൻ വീഡിയോ ചെയ്യാം. ഒരു സ്വഹാബി ഞാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇത്രയും നേരം സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം. ഓക്കെ.